പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വലിയ വലിയ സന്തോഷം, ഒത്തിരി എക്സൈറ്റഡ് ആണ് ഇത്രയും പേരെ രാവിലെ സമയത്ത് കാണുന്നത്. ഇത് തുടർന്നു പോകാൻ ദൈവം സഹായിക്കട്ടെ. ആയിരങ്ങൾ സംബന്ധിക്കട്ടെ. ഒരു ദിവസം ദൈവത്തോടു കൂടെ ചേർന്ന് തുടങ്ങുവാൻ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപ ഈ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കട്ടെ. EGM-ന്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ. മത്തായി സാറിന് ദൈവം ബലപ്പെടുത്തട്ടെ. ഇന്ന് ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയായിരുന്നു, ദൈവമേ ത്രിദാസനെ അവിടുന്ന് വീണ്ടും വീണ്ടും ശക്തീകരിക്കണമേ. അതുപോലെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന എല്ലാ മീറ്റിങ്ങിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവിന് മുമ്പായി എത്രയും പേരെ കർത്താവിന് നേടുവാൻ തക്കോണം സഹായിക്കട്ടെ. ഇന്ന് നമുക്ക് വേഗത്തിൽ തുടരുവാൻ തക്കോണം ദൈവം സഹായിക്കട്ടെ. ഒറ്റ വാക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എളിയവന്റെ വാക്കല്ല, അവിടുത്തെ ശബ്ദം തന്നെ കേൾപ്പിക്കണമേ. ഇന്ന് വലിയ വിടുതലിന്റെ അനുഗ്രഹത്തിന്റെ ദിവസമാക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അന്ന് തുടങ്ങി വെച്ചതേ ഉള്ളൂ. ഇന്ന് നമ്മൾ അല്പം സ്പീഡിൽ ഓടിപ്പോകാൻ ശ്രമിക്കുക. അതുകൊണ്ട് ശ്രദ്ധയോടെ എല്ലാവരും ആയിരിക്കണം. മറ്റൊന്നുമല്ല, സമകാലിക അനർത്ഥ സംഭവങ്ങളും ദൈവിക മുന്നറിയിപ്പ്. ഈ അനർത്ഥങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിൽ എല്ലായ്പ്പോഴുമുള്ള, ലോകാരംഭം മുതൽ ആദ്യത്തെ അനർത്ഥം കയ്യിന് കൂടെ തുടങ്ങുന്ന, അല്ല അതിനു മുൻപ് തന്നെ, അതായത് എന്താണ്, അനുസരണക്കേടിൽ കൂടെ ലോകത്തിൽ അനർത്ഥം വന്നു. അപ്പോൾ അനർത്ഥം അന്നും ഇന്നും, പഴയ നിയമ കാലഘട്ടത്തിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിലും അനർത്ഥം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നാൽ നമ്മൾ കുറിവാക്യമായി വായിച്ചു, ലൂക്കോസിന്റെ വിഷയം 21:36 വായിച്ചു. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടത് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അനർത്ഥങ്ങൾ ധാരാളം അന്നും ഇന്നുകൊണ്ട്, ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന്റെ വരവിന് ശേഷവും അവസാന നാളും. അതുകൊണ്ട് ഇനിയും അനർത്ഥങ്ങൾ കുറയാൻ പോവുകയല്ല, അനർത്ഥങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എല്ലാ കാര്യങ്ങളുടെ എണ്ണം നമ്മൾ നോക്കിയാൽ നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നവരായി തീരണം. ലോകത്തിൽ നടക്കുന്ന അനർത്ഥങ്ങളുടെ പട്ടിക വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുക, വ്യാധികൾ കൂടിക്കൊണ്ടിരിക്കുക, എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം ദൈവവചനം അത് പറയും. ദൈവവചനം അച്ചട്ടായിട്ട് നിറവേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അവസാന നിമിഷങ്ങളില, അവസാന മണിക്കൂറല്ല, അവസാന നിമിഷങ്ങൾ. അതുകൊണ്ട് ഞാനും നിങ്ങളും എന്ത് ചെയ്യണം എന്നുള്ളത് നാം മനസ്സിലാക്കുകയും നാം പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ അനർത്ഥങ്ങളുടെ ഒരു പട്ടികയെ നമ്മൾ വായിക്കുമ്പോൾ ഏതാനും കാര്യങ്ങൾ വേഗത്തിൽ ഓർപ്പിക്കും. ഒന്നാമത്, ആദ്യം തുടങ്ങുന്നത് തന്നെ കർത്താവിന്റെ കാലഘട്ടമായിട്ട് ചേർന്ന് തുടങ്ങുന്നത് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ജെറൂസലേം ടെമ്പിൾ ബൈ ദ റോമൻസ് ആൻഡ് ഡിസ്പെർഷൻ ഓഫ് ദ ഇസ്രയേലൈറ്റ്സ് ടു ഓൾ ദ നേഷൻസ് ഓഫ് ദ എർത്ത്. അതുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞു, എന്താണ്, ഈ ദേവാലയത്തെ പറ്റി നമ്മൾ വായിച്ച വാക്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. മനോഹരമായ കല്ല്, മനോഹരമായ പണി, മനോഹരമായ ആരാധന എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം നശിച്ചു പോകുന്നു കർത്താവ് പറഞ്ഞു. അത് AD 70 അത് നിവർത്തിക്കപ്പെട്ടു. അതുകൊണ്ട് ദൈവത്തിന്റെ ആ വലിയ ന്യായവിധി ഇസ്രയേലിൽ നേരിട്ട് വരുന്നു. കാരണം അവരുടെ രക്ഷാനായകൻ അവരുടെ അടുക്കലേക്ക് വന്നിട്ട് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ അതേ വാക്കിൻ പ്രകാരം വലിയൊരു ന്യായവിധി അവിടെ വരുന്നത് നമുക്ക് ലോക ചരിത്രം പരിശോധിക്കുന്നവർക്ക് കാണുവാൻ കഴിയും. എന്നാൽ അതിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ, കമ്മിങ് ഡൗൺ ടു ദ ലാസ്റ്റ് സെഞ്ചുറി, വി സീ ദ മെർസിലെസ് കില്ലിംഗ് ഓഫ് 6 million Jews ബൈ ദ നാസീസ് ലെഡ് ബൈ ഹിറ്റ്ലർ. അതുകൊണ്ട് ഇതങ്ങ് തുടർന്ന് വന്നിട്ട് അവസാനത്തെ കഴിഞ്ഞ സെഞ്ചുറിയിൽ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മൾ കണ്ടതായ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 6 മില്യൺ 60 ലക്ഷം യഹൂദന്മാരെ കൊന്നു, ഒരു കാരണം കൂടാതെ. അവരായിരുന്നു സമൂഹത്തിന്റെ ബലമായി ഇരുന്നത്. ഒരുത്തനെ പിശാച് എടുത്തുപയോഗിച്ച്, ആരെയാണ്? ഹിറ്റ്ലർ. ഒടുവിൽ ആ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്താണ് അവന്റെ ജീവിതം പോകുന്നത്. അതുകൊണ്ട് എവിടെ ആര് ദൈവമക്കളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുവോ, തൽക്കാലമൊക്കെ ചിലതൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഒടുവിൽ അവർക്കും നാശമാണെന്നുള്ളത് ഇന്ന് ലോകം മനസ്സിലാക്കുന്നില്ല. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ നടക്കുന്ന ആ ഉപദ്രവങ്ങളെല്ലാം അങ്ങനെയാണ്. എന്താണ്, എവിടെയൊക്കെ ക്രിസ്തു സഭ പീഡിപ്പിക്കപ്പെട്ടോ, എവിടെയൊക്കെ ദൈവമക്കൾ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടോ, ആ ഉപദ്രവിച്ചവർ ഒന്നുകിൽ മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് വരും, അല്ലെങ്കിൽ അവരുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി ദൈവം അയക്കുന്നുള്ള ദൈവത്തിന്റെ നീതിയാണ്. അതുകൊണ്ട് ഇത്രയും പേരെ കൊല്ലപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ഇന്നും യഹൂദൻ ഇപ്പോൾ നടക്കുന്ന സാഹചര്യത്തിലും യഹൂദൻ ഉപദ്രവിക്കപ്പെടുകയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമതായിട്ട്, ഒന്ന് നമ്മൾ കണ്ടു ഇസ്രയേലിന്റെ മേൽ വരുന്നതായ ന്യായവിധി. രണ്ടാമതായിട്ട് അതായത് കർത്താവ് തന്നെ പറഞ്ഞു, അനവധി ഭൂകമ്പങ്ങൾ നടക്കും, വ്യാധികൾ നടക്കും എന്നുള്ള വലിയ ലിസ്റ്റ് വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒക്കെ ശ്രമിക്കുന്നവരായിത്തീരണം. എന്താണ്, ഭൂകമ്പങ്ങളുടെ പട്ടിക നോക്കി ഈ അടുത്ത കാലങ്ങളിൽ 2014 മുതലുള്ള ഭൂകമ്പങ്ങളുടെ എണ്ണം രേഖപ്പെടുത്തിയിരിക്കുന്നത് 2014 17,552 ഭൂകമ്പങ്ങൾ ഉണ്ടായി. 2015 15,336 ഭൂകമ്പങ്ങൾ ഉണ്ടായി. 2016 15,397, 2017 12,102, 2018 14,588,
അങ്ങനെ പോകുന്നു. ഒടുവിൽ 2019 എത്രയാണ്? 13,000. അതുകൊണ്ട് 10-20,000 ഭൂകമ്പങ്ങൾ എല്ലാ വർഷവും നടക്കുന്നു. 2020 13,570, 2021 16,849, 2022 15,438, 2023 15,600, 2024 തുടങ്ങി ഓഗസ്റ്റിലായപ്പോഴത്തേക്കിന് ഈ വർഷം നടന്ന ഭൂകമ്പങ്ങൾ, റെക്കോർഡ് ചെയ്യപ്പെട്ട ഭൂകമ്പങ്ങൾ അതേതാണ് 7,243 ഭൂകമ്പങ്ങൾ നടന്നു. അതായത് റിക്ടർ സ്കെയിലിൽ 4 മുതൽ 9.9 വരെയുള്ളതായ റേഞ്ചിൽ അതിന് കുറഞ്ഞതായ ഭൂകമ്പങ്ങളൊക്കെ അവിടെ ഇവിടെ നടക്കുന്നു. നമുക്കറിയാം ഈ എന്താണ് ഈ ഉരുൾപൊട്ടൽ കഴിഞ്ഞേച്ച് അവിടെ വലിയ ശബ്ദമൊക്കെ ഉണ്ടായി, ചെറിയ ഭൂകമ്പം ഉണ്ടായെന്നൊക്കെ നമ്മൾ കേൾക്കും. അങ്ങനെ അനവധി ഭൂകമ്പങ്ങൾ നടക്കുന്നു. അതൊക്കെ ദൈവത്തിന്റെ വാണിംഗ് ആണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണ്, എന്താണ് സമകാലിക അനർത്ഥ സംഭവങ്ങൾ, ചെറുതും വലുതുമായ ഭൂകമ്പങ്ങൾ. ഭൂമി നിലയും കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചല്ലോ, മത്തായി സാർ തന്നെ ഓർപ്പിച്ച എന്താണ്, ഭൂമി കീറുന്നു, പൊടുപൊടാ പൊട്ടുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഭൂമിക്ക് നടക്കാൻ പോവുക, ഭൂമി നശിച്ചു പോകാൻ പോവുക. നമ്മൾ ഈ വസിക്കുന്നതായ ഭൂമി ഇല്ലാതെയായി തീരാൻ പോവുകയാണ്. എന്താണ് ഇനി നടക്കാൻ പോകുന്നത് പറഞ്ഞ് നമ്മൾ മധ്യാകാശത്തിൽ കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലും. 7 വർഷത്തെ മഹോദ്രവകാലം. അതിനുശേഷം കർത്താവും നാമുമായിട്ട് ആരൊക്കെ മധ്യാകാശത്തിൽ ചെന്നോ, ആരൊക്കെ കർത്താവിന്റെ സന്നിധിയിലെത്തി, അവരെല്ലാവരും കൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത. അതിന് അപ്പോഴത്തേക്കിന് ദുഷ്ടന്മാരെ എല്ലാം നശിപ്പിച്ച അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും എരിയുന്ന തീച്ചുളയിലേക്ക് ഇട്ടുകഴിഞ്ഞു. പിന്നീട് കർത്താവ് ഭൂമിയുടെ മുഖത്തെ പുതുക്കി 1000 ആണ്ട് വാഴും. 1000 ആണ്ട് വാഴ്ചയുടെ ശേഷം അവിടെ പിടിച്ചിട്ടിരുന്നതായ പിശാചിനെ അഴിച്ചുവിടും. ദുരാത്മാക്കൾ എല്ലാവരും കൂടെ വന്നേച്ച് ഈ വാഴുന്നതായ കർത്താവിനും ദൈവജനത്തിനും എതിരായിട്ടുള്ളതായ വലിയതായ കൂട്ടം കടന്നു വരും. അപ്പോൾ കർത്താവിന്റെ വായിലെ വാക്കുകൊണ്ട് അവരെ എല്ലാം നശിപ്പിക്കും. പിന്നീട് അന്ത്യന്യായ വിധി എന്ന് നമുക്ക് കാണാൻ കഴിയും. നിത്യതയിലേക്ക് നാം പ്രവേശിക്കുന്നു. മാത്രമല്ല, ഈ തകർക്കപ്പെട്ട ഇപ്പോഴേ തകരാൻ തുടങ്ങിയതായ ഭൂമി എന്നേക്കുമായി നീക്കപ്പെടും. ഇനി ഭൂമി കാണത്തില്ല. ഇപ്പോൾ കാണുന്ന ആകാശവും ഭൂമിയും കാണുകയല്ല, അത് മാറിപ്പോകും. പുതിയ ആകാശവും പുതിയ ഭൂമിയും. പുതിയ ഭൂമിയിലേക്ക് പുതിയ യെരൂശലേം പിതാവിന്റെ സന്നിധിയിൽ ഇറങ്ങി വരും. ആ വിവരണങ്ങളെല്ലാം ദൈവവചനത്തിൽ രേഖപ്പെടുത്തി. അതുകൊണ്ട് ഞാനും നിങ്ങളും ഇത് മനസ്സിലാക്കുന്നവരായി തീരുന്ന ലോകത്തെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്നിപ്പോൾ നമുക്കറിയാമല്ലോ, സുവിശേഷ സംഘടനകൾ, EGM, അനേക പ്രവർത്തനങ്ങൾ ജാതികളുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. ഇതൊക്കെ പണ്ടേ നമ്മൾ തുടങ്ങിയായിരുന്നുണ്ടെങ്കിൽ, നമ്മുടെ സഭകൾ തുടങ്ങിയായിരുന്നെങ്കിൽ ഇന്ത്യ മുഴുവനും സുവിശേഷീകരിക്കപ്പെട്ടേനെ. നമ്മളിൽ പലരും നോർത്ത് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്താണ്. ഞാൻ മഹാരാഷ്ട്രയിലൊക്കെ ജോലി ചെയ്താണ്. അവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ പോയിട്ടുള്ളതാണ്. അവിടെയൊക്കെ നമുക്ക് കാണാം, യേശുവിന്റെ പേര് പോലും കേൾക്കാത്ത അനേകായിരങ്ങൾ ഇന്നുകൊണ്ട് നമ്മൾ സുവിശേഷ വേല ചെയ്യുന്നില്ല. അതുകൊണ്ട് സംഭവങ്ങൾ തിരിച്ചറിയുകയും ഞാനും നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. മൂന്നാമതായിട്ട് കാണുന്നത് എന്താണ്? യുദ്ധങ്ങൾ. ആയിരക്കണക്കിന് യുദ്ധങ്ങൾ നടക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് റഷ്യ-ഉക്രൈൻ വാർ, അതുപോലെ തന്നെ ഇസ്രയേലിന്റെ കാര്യങ്ങൾ ഒരുപാട്. ഇവിടെ ഞാൻ വലിയൊരു ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ടാകില്ല. യുദ്ധങ്ങളുടെ ഒരു പട്ടിക തന്നെ 1900 തൊട്ട് നടന്നതായ അനവധി യുദ്ധങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ആയിരക്കണക്കിന് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായ യുദ്ധങ്ങൾ. വേൾഡ് വാർ 2 മാത്രം നടന്നു. എന്നാൽ അതിന്റെ മധ്യത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കും ഓരോ സമയത്ത്. ഇപ്പൊ ബംഗ്ലാദേശിൽ വല്ലാത്ത അസ്വസ്ഥമാണ്. അതുപോലെ ഇന്ത്യയിൽ എത്ര പ്രാവശ്യം പാകിസ്ഥാനുമായിട്ടുള്ളതായ യുദ്ധം, അതുപോലെ തന്നെ പുൽവാമ ആക്രമണം, അതുപോലെ ചൈനയുടെ വലിയതായ ആക്രമണം, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുക. ചെറുതും വലുതുമായ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ എത്രയോ പേര് മരിച്ചു വീഴുന്നു. ബോർഡറിലുള്ളതായ സുരക്ഷാ ഭടന്മാര്, പട്ടാളക്കാർ മരിച്ചു വീഴുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് എല്ലാം ഇവിടെ സുഖമാണെന്ന്. എന്നാൽ അനേകരും നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് ഞാനും നിങ്ങളുമായി. യുദ്ധക്കെടുതിയാൽ അനേകം നശിക്കുന്നു. യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മരിക്കുന്നവർ മാത്രമല്ല, അതിൽ മുറിവേൽക്കപ്പെടുന്നവർ. ഏത് അപകടവും അനർത്ഥവും നടന്നാൽ ഈ ജീവിച്ചിരിക്കുന്ന മുറിവേൽക്കപ്പെട്ടവരാണ് പിന്നീട് അവരുടെ ജീവിതം കഷ്ടമായി തീരുന്നത്. നമുക്കറിയാമല്ലോ, വയനാടിന്റെ പ്രദേശത്ത് അനേകരും മരിച്ചുപോയി. അവരങ്ങ് പോയി. ഒന്നുകിൽ അവർ നിത്യതയിൽ ദൈവസന്നിധിയിൽ പോയി, അല്ലെങ്കിൽ നിത്യനാശത്തിലേക്ക് പോയി. എന്നാൽ ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചോളം അംഗവൈകല്യമുള്ളവരായിട്ട്, ജീവിതം മുഴുവൻ നശിച്ചവരായിട്ട് ഇനി ജീവിച്ചിരുന്നാൽ എന്ത് പ്രയോജനം എന്നുള്ള ആയിരിക്കുന്ന അവസ്ഥയിൽ ഇതൊക്കെ നമ്മൾ കണ്ടും കേട്ടും ഇല്ല എന്ന് പറയുവാൻ ഇടവരുത്. നാം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവജനം ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ വിഷയങ്ങളൊക്കെ വലിയ വിഷയങ്ങളായിത്തീരണം. പലപ്പോഴും നമുക്ക് പറ്റുന്ന ക്രിസ്ത്യകോളത്തിൽ പറ്റുന്ന വലിയൊരു തകർച്ചയും കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ വിഷയങ്ങൾ മാത്രം. നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറയുന്നു. എന്നാൽ അതിന്റെ പ്രയോറിറ്റി നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും മുകളിലത്തെ ലിസ്റ്റ് വെക്കേണ്ട കാര്യം അതല്ല. ഏറ്റവും താഴെ വേണം. അവനവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും താഴെയായിരിക്കണം. കർത്താവ് പഠിപ്പിച്ചതായ പ്രാർത്ഥനയിലും അതാണ് അടങ്ങിയിരിക്കുന്നത്. അന്നത്തെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. നമ്മുടെ ആവശ്യം അതോട് കഴിഞ്ഞ് ബാക്കിയെല്ലാം ദൈവം നോക്കും. ബാക്കിയെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ ഇന്ന് അത് പ്രാവർത്തികമാക്കുന്നില്ല. വി ലൂസ് അവർ പ്രയോറിറ്റീസ്. ഏതിന് പ്രാധാന്യം കൊടുക്കണം അത് നമ്മൾ കൊടുക്കുന്നില്ല.
ദൈവനാമത്തിന് മുൻപേ അവന്റെ രീതി രാജ്യവും നീതി അന്വേഷിക്കുക. അത് നമുക്ക് കഴിയുന്നില്ല. മുൻപേ അവരവരുടെ രാജ്യവും നീതിയും, അവരവരുടെ കാര്യം, സ്വന്തം സുഖം, മക്കളുടെ കാര്യം, വീട്ടുകാര്യം, സമ്പത്തിന്റെ കാര്യം, ഇതൊക്കെ അവരവരെ ബാധിക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ വിഷയം. ഇത് യഥാർത്ഥ ദൈവമക്കളുടെ ലക്ഷണമല്ല, നമ്മുടെ അറിവില്ലായ്മയാണ്, പരിജ്ഞാനക്കുറവാണ്. അതുകൊണ്ട് ദൈവമക്കൾ എപ്പോഴും എന്താണ്? ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവം നമുക്ക് വേണ്ടി കരുതും. നാം ദൈവത്തിന്റെ മക്കളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി കരുതുക എന്നുള്ളത് ദൈവത്തിന്റെ ചുമതലയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വേല പ്രാർത്ഥനയ്ക്ക് കൂടുമ്പോഴും ഒറ്റയ്ക്കാണെങ്കിലും എല്ലാം ദൈവനാമത്തിന് മഹത്വം കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ യുദ്ധങ്ങളെ പറ്റി കണ്ടു, എന്താണ് ഭൂകമ്പങ്ങളെ പറ്റി, ഇസ്രയേലിന്റെ മേൽ വന്നതായ സംഭവങ്ങൾ. നാലാമതായി നാം കാണുന്നത് ഫാമിൻസ്. എത്രയോ ഫാമിൻസ് നടന്നു ഈ ഭൂമിയുടെ ചരിത്രത്തിൽ. നൂറുകണക്കിനുള്ളതായ എന്താണ് ഫാമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്ഷാമം. ആയിരങ്ങൾ കൊല്ലപ്പെട്ടു. അതായത് ആഹാരം കിട്ടുവാനില്ലാതെ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ മരിച്ചു. ഇതിന്റെ ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അതല്ല, ആയിരക്കണക്കിന് ഓരോ വർഷവും ഓരോ ഫാമിലിയിൽ കൂടെ എത്ര ആയിരങ്ങൾ മരിച്ചു, അത് പട്ടിണി കിടന്ന് മരിച്ചു എന്നുള്ളതും അത് സഫർ ചെയ്തു എന്നുള്ളതിന്റെ വലിയ ലിസ്റ്റ്. ഇതൊക്കെ നമുക്ക് കാണുവാനായിട്ടും കേൾക്കുവാനും കഴിയും. ഇതൊന്നും നമ്മുടെ വിഷയമല്ല എന്ന് കരുതുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. യെരമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, യെരമ്യാവിനൊന്നും പറ്റിയിട്ടല്ല, ഇസ്രയേലിന് പ്രശ്നങ്ങളായിത്തീർന്നപ്പോൾ കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? ഇന്ന് പലപ്പോഴും എന്നെ ബാധിക്കാത്തതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ലെന്നുള്ളതാണ് ഇന്ന് എല്ലാ മനുഷ്യരുടെയും സ്വഭാവം. അവനവനെ ബാധിക്കുന്ന പ്രശ്നമാണോ അപ്പോഴത്തേന് കിടന്ന് നിലവിളിക്കാനൊക്കെ തുടങ്ങും. എന്നാൽ മറ്റു മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നം നമ്മുടെ വിഷയമാണെന്ന് മനസ്സിലാക്കണം. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തിന്റെ ഒരവയവം കഷ്ടപ്പെടുന്നുവെങ്കിൽ ശരീരം മുഴുവനും വേദന അനുഭവിക്കുന്നു. ഒരു ചെറു വിരലിന്റെ ഒരു നഖത്തിനൊരു വേദന വന്നാൽ മതി, നമ്മുടെ ശരീരത്തിൽ മുഴുവനായിട്ട് അത് ബാധിക്കും. ഞാനും നിങ്ങൾ ഒരു ക്രിസ്തീയ സഭയുടെ ഒരു ശരീരത്തിന്റെ ഭാഗമാണ്, ക്രിസ്തു ശരീരമാണ്. അതുകൊണ്ട് ആ ഒരു ബോധം എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവകൃപയിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ടല്ലേ ദൈവവചനം പറയുന്നത്, ആത്മാവ് വേണ്ടും വേണം പ്രാർത്ഥിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ പലപ്പോഴും പേഴ്സണൽ പ്രെയർ, മധ്യസ്ഥ പ്രാർത്ഥന, ഇതെല്ലാം നമ്മുടെ സഭകളിലെ എല്ലായിടത്തും നടത്തും. രാവിലെ കൂടി വരുന്നത് പ്രാർത്ഥിക്കുവാനാണ്. എന്നാൽ അതിനുമേലൊരു വലിയൊരു ഉണർവ് ആവശ്യമാണ്. ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കണം. അവിടെ പറയുന്നത് നമുക്ക് വേണ്ടും വേണം പ്രാർത്ഥിക്കാൻ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എങ്ങനെ പക്ഷപാതം ചെയ്യണം എന്നുള്ളത് പരിശുദ്ധാത്മാവിനെ അറിയത്തുള്ളൂ, നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ദൈവം ചോദിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ സ്തോത്രം ചെയ്യണം. അതുപോലെ വേദപുസ്തക വിശുദ്ധന്മാരൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അവർ വന്ന് ദാനിയേലിന്റെ പ്രാർത്ഥന നോക്കിയാൽ, നെഹമ്യാവിന്റെ പ്രാർത്ഥന നോക്കിയാൽ, ഏത് പ്രാർത്ഥന നോക്കിയാലും ആദ്യം ചെയ്യുന്ന എന്താണ്? ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. എന്നിട്ട് ജനത്തിന്റെ പാപം, അവരുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു. അതിനുശേഷം ദൈവത്തിന് വിഷയം വെക്കണം. ഒരു ശുദ്ധീകരണം, ഒരുക്കം. നമ്മുടെ എല്ലാ പ്രാർത്ഥനയും, നമ്മുടെ പേഴ്സണൽ പ്രെയർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് കേൾക്കത്തക്കോണം നമ്മെ തന്നെ ശോധന ചെയ്യണം. അതുകൊണ്ടല്ലേ പറയുന്നത്, ദൈവം പറയുന്നത്, പറയുന്നുണ്ട്, രക്ഷിപ്പാൻ കഴിയാതെ കൊണ്ട് അവന്റെ കൈ കുറുതായിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ കൊണ്ട് അവന്റെ ചെവി മന്ദമായിട്ടില്ല. എന്നാൽ നിങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങളെയും അവനെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുകയാണ്. ഭിന്നതയിലായിരിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ? ഇല്ല. ദൈവമായിട്ട് ആദ്യം നിരപ്പ് പ്രാപിക്കണം. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറയുന്നത്, നിങ്ങൾ യാഗത്തിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തുണ്ടെങ്കിൽ ആദ്യം പോയി അവനോട് അല്ലെങ്കിൽ അവളോട് നിരന്നുകൊള്ളുക. നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ, പിണക്കമുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണം. എല്ലാവരെയും അനുഗ്രഹിക്കുന്നവരായി തീരണം. അവൻ ഇങ്ങനെ വരണം, എന്നോട് ഇത് ചെയ്തുകൊണ്ട് അവൻ അല്ലെങ്കിൽ അവൾക്ക് ഇന്നത് വരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരൊന്നും ദൈവമക്കളല്ല, അല്ലെങ്കിൽ വളർച്ച പ്രാപിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവൻ തിന്മാൻ കൊടുക്ക്, ദാഹിക്കുന്നവർക്ക് കുടിപ്പാൻ കൊടുക്ക്. ഇങ്ങനെ ചെയ്താൽ, അങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളെന്ന് വെളിപ്പെടുത്തുന്നത്. അത് നമ്മൾ പഠിക്കണം. നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം നാം തന്നെയാണ്, മറക്കരുത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കാൻ കാരണം നാം തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവേ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കത്തക്കോണം അവിടുത്തെ എന്നെ ശുദ്ധീകരിക്കണം, എന്റെ കുടുംബത്തെ ശുദ്ധീകരിക്കണമേ. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സകലരെയും സ്വർഗത്തിലെ ദൈവം സ്പർശിക്കട്ടെ. ഇന്നൊരു അനുഗ്രഹത്തിന്റെ വിടുതലിന്റെ ദിവസമാക്കി ദൈവം തീർക്കട്ടെ. പിന്നീട് നാം കാണുന്നത്, അഞ്ചാമതായി കാണുന്നത് വ്യാധികൾ, പ്ലേഗ്. ഹല്ലേലൂയ. ലോകത്തെ മുഴുവനും ബാധിക്കുന്ന പ്ലേഗ് നമുക്ക് കാണാം. ഇന്ത്യയിൽ തന്നെ 1994 പ്ലേഗ് ഉണ്ടായി. പിന്നെ 2006 ഡെങ്കു ഇന്ത്യയിൽ ഉണ്ടായി. 2006 H5N1 ഉണ്ടായി. 2008 H5N1 വീണ്ടും ഉണ്ടായി. വെസ്റ്റ് ബംഗാളിൽ ഉണ്ടായി. 2009 ഗുജറാത്തിൽ ഹെപ്പറ്റൈറ്റിസ് ഔട്ട് ബ്രേക്ക് ഉണ്ടായി. 2014 ഒഡീഷയിൽ ഹെപ്പറ്റൈറ്റിസ് ഔട്ട് ബ്രേക്ക് ഉണ്ടായി. 2015 ഇന്ത്യൻ സ്വൈൻ ഫ്ലൂ ഉണ്ടായി, പന്നിയുടെ പനി.
അതുപോലെ 2021 നിപ്പ വൈറസ് കേരളത്തിലുണ്ടായി. ഹല്ലേലൂയ. അങ്ങനെ സംഭവിച്ചു. പിന്നെ 2019 COVID-19 എന്ന് പേരിട്ടു. COVID-19 ലോകമെമ്പാട് എത്ര പേര് മരിച്ചെന്ന് എത്ര പേര് ഓർമ്മയുണ്ട്? ഇതൊക്കെ അത് കഴിഞ്ഞു പോയതുകൊണ്ട് നമ്മൾ അങ്ങ് മറന്നു കളയാനാണ് ശ്രമിക്കുന്നത്. 7,10,681 പേര് ഈ കോവിഡ് കൊണ്ട് ലോകമെമ്പാടും മരിച്ചു. ഹല്ലേലൂയ. എന്നാൽ 70 കോടിയിൽ ചില്ലുവാനും പേരെ ഇത് ബാധിച്ചെങ്കിലും ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു. അതുകൊണ്ട് 7 കോടിയിലധികം മനുഷ്യർ മരിച്ചു. അവരൊക്കെ എങ്ങോട്ട് പോയി? സ്വർഗത്തിൽ പോയോ നരകത്തിൽ പോയോ? നാം പലപ്പോഴും അറിയുന്നില്ല, അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. നാം രക്ഷപ്പെട്ടതുകൊണ്ട് എല്ലാം ശരിയായെന്നാണ് വിചാരം. കോവിഡിന്റെ സമയത്ത് മനുഷ്യൻ ഭയത്തോടെ ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുവാനൊക്കത്തില്ല, അടുത്ത് പോകത്തില്ല. വിവാഹം നടക്കുന്ന പോലും എത്ര ധനാഢ്യരാണെങ്കിലും വിവാഹം നടക്കുന്നതിൽ 10-15 പേരെ വിളിക്കുന്നത്. കാരണം ഈ കോവിഡിനെ ഭയന്നാണ്, ഒരു വൈറസിനെ ഭയന്നാണ്. അല്ലെങ്കിൽ ഓർത്തുകൊള്ളണം, ആ ഒരു അവസ്ഥ തുടരാമായിരുന്നു. കോവിഡ് കൊണ്ട് എല്ലാവരും നശിച്ചു പോകാമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ മഹാകരുണ നിമിത്തം ദൈവം ഇതിൽ നിന്ന് വിടുവിച്ചു. എന്നാൽ മനുഷ്യന്റെ കണ്ടുപിടുത്തമായ ആ ഇഞ്ചക്ഷനൊക്കെ നടത്തി പലരും എടുത്തു, പലരും എടുക്കാതിരുന്നു, നിർബന്ധിച്ചെടുപ്പിച്ചു. അതിൽ പലർക്കും എന്താണ് ഇന്ന് അതിന്റെ പ്രശ്നം വന്നുകൊണ്ടിരിക്കും. ഇന്ന് മരുന്ന് കമ്പനികൾ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് ഇതിന്റെ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ളത്. ഓർത്തുകൊള്ളണം, ഈ ലോകത്തിൽ വല്ലാത്ത അനർത്ഥം നിറഞ്ഞ ലോകത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അതിന്റെ മധ്യത്തിൽ ഞാനും നിങ്ങൾ രക്ഷപ്പെടണം. ഞാനും നിങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവവചനപ്രകാരം നമ്മെ ക്രമീകരിക്കുന്നതിൽ കൂടെ മാത്രമേ വിടുതലുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇത് സംബന്ധിക്കുന്ന സകലരും അനുഗ്രഹം പ്രാപിക്കണം. കാലിൽ നമ്മൾ സമകാലിക സംഭവങ്ങളെ തിരിച്ചറിയണം. അതുകൂടാതെ ഓരോ ദിവസവും എത്ര പേര് മരിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു ദിവസം 1,50,000 പേരാണ് ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നിയർലി 2 deaths every second. ഓരോ സെക്കൻഡിലും ഈ ഭൂമിയിൽ 2 പേര് മരിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ എത്ര സെക്കൻഡ് ആയോ അതിന്റെ ഇരട്ടി പേര് ഭൂമിയിൽ വിവിധ ഭാഗത്ത് മരിച്ചു കഴിഞ്ഞു, ലോകത്തിൽ നിന്ന് പോയി കഴിഞ്ഞു. അവർ എങ്ങോട്ട് പോയെന്നുള്ളത് ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സുവിശേഷം പൗലോസ് പറഞ്ഞു, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ നിനക്കയ്യോ കഷ്ടം എന്നല്ല, എനിക്കയ്യോ കഷ്ടം. അതുകൊണ്ട് ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവരും സുവിശേഷം അറിയിക്കണം. സുവിശേഷ വേലയിൽ പങ്കാളികളായി തീരണം. തങ്ങളുടെ റിസോഴ്സ് കൊണ്ട്, തങ്ങളുടെ പ്രാർത്ഥന കൊണ്ട്. എന്തെല്ലാം ദൈവങ്ങൾക്ക് നമുക്ക് ഈ ഭൂമിയിൽ തന്നതെല്ലാം ഇവിടത്തേക്കുള്ളതാ. ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകത്തില്ല. നമ്മുടെ സമ്പത്തായാലും സമയമായാലും ആരോഗ്യമായാലും വിദ്യാഭ്യാസമായാലും സ്ഥാനമാനങ്ങളായാലും എല്ലാം ഇവിടെ ഉപേക്ഷിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണോ തീയതാണോ അനുസരിച്ചാണ് ദൈവസേനയിൽ പ്രതിഫലം ലഭിക്കാൻ പോകുന്നത്. ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ്. ദൈവത്തിന്റെ അന്ത്യ ന്യായവിധിയിലേക്ക് ദൈവമക്കൾ പോകുകയില്ല. എന്നാൽ മധ്യാകാശത്തിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ്. അവിടെ വെച്ചാണ് പ്രതിഫലം വിഭജിക്കുന്നത്. ഓരോരുത്തരുടെയും പ്രവൃത്തി എന്താണ്? കച്ചി പോലെയാണ് നിങ്ങൾ വെന്തുപോകും. ചിലർ മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പണിയുന്നു. അതൊക്കെ തീയാൽ ശോധന, അതെല്ലാം വെന്തുപോകും. അല്ലാത്ത നിലനിൽക്കും. അതുകൊണ്ട് നിലനിൽക്കുന്ന ദൈവവേല ചെയ്യണം. എന്തിനെങ്കിലും വേണ്ടി ഓടിക്കൊണ്ട് ഹല്ലേലൂയ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നവർ തങ്ങൾ മാത്രം രക്ഷപ്പെടും. അവരുടെ പ്രവൃത്തിയൊക്കെ എന്താണ്? പ്രയോജനമില്ലാതെയായിപ്പോ. അതുകൊണ്ട് ഭയത്തോടെ പ്രവാസകാലം കഴിക്കണം. ഓരോ ദിവസവും മരിച്ചു വീഴുന്ന കൂട്ടത്തിൽ ഞാനും നിങ്ങളും ആകാതിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാ. ഇന്ന് ചുറ്റുപാടും ഈ കഴിഞ്ഞ ദിവസം തന്നെ കുറെ പേര്, ഒന്ന് 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. 37 വയസ്സുള്ള സഹോദരി, 49 വയസ്സുള്ള 2 പേര്. ഈ ചുറ്റുപാട് നടക്കുക, എല്ലാവരുടെയും ചുറ്റുപാടിൽ അനേകർ മരിക്കുക. ഒരു റീസണും ഇല്ല. പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്നു, ഒരു പനി വരുന്നു, ആള് ലോകത്തിൽ നിന്ന് പോവുകയാണ്. ഒന്നും അറേഞ്ച് ചെയ്യാതെ. ഓർത്തു, അനേകരെ ദൈവം യൗവനത്തിൽ തന്നെ വെട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് പറയുന്നു, അവൻ വഴിയിൽ വെച്ച് കോപിച്ചിട്ട് നിങ്ങൾ പട്ടുപോകാതിരിപ്പാൻ മനുഷ്യപുത്രനെ ചുംബിപ്പീൻ. തങ്ങളുടെ ജീവിതത്തിൽ അവരെ കൊണ്ട് ഇനി ഒരു പ്രയോജനമില്ല എന്ന് കാണുന്നവരെ കർത്താവ് വെട്ടിക്കളയും. അല്ലാതെ തന്നെ ഒരു അടയാളമായിട്ട് നീക്കളയും. ചിലർക്ക് വേണ്ടി അത്രയും സമയം അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവിടെ വേല തികച്ചവരെ നിത്യയിലേക്ക് ചേർക്കും. അതുകൊണ്ട് ഞാനും നിങ്ങളും ഓരോ ദിവസവും ജീവിച്ചിരിക്കുമ്പോൾ ഓർത്തോളണം, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വേല ചെയ്യണം. ഇന്ന് നമ്മൾ ഇത്രയും നേരം പ്രാർത്ഥനയിൽ ദൈവമക്കൾ ഒരുമിച്ചിരുന്നേച്ച് ഇന്നത്തെ നമ്മുടെ പ്രവൃത്തി ശരിയായില്ലെങ്കിൽ പിന്നെ നാളെ കൂടിയതുകൊണ്ട് കാര്യവുമില്ല. ദൈവത്തിന്റെ ഹിതം ചെയ്യണം. ഓരോ ദിവസവും ദൈവവേല ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. ഏഴാമതായി, അവസാനമായി നടന്നുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുൻപിൽ നടക്കുന്നു. ഇറാൻ ട്രൈഡ് ഫോർ ആൻ ഓൾ ഔട്ട് വാർ ഓൺ ഇസ്രയേൽ. ഇസ്രയേലിന് ഒരു വലിയ യുദ്ധമായിട്ട് ഇറാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്താണ് നമുക്കറിയാമല്ലോ, കാരണങ്ങൾ നമുക്കറിയാം. എന്നാൽ അമേരിക്കയും അതുപോലെ ഇറാനോട് കൂടെ നിൽക്കുന്ന റഷ്യ വരെ വാൺ ചെയ്തിരിക്കുക, നിങ്ങളെ ഓൾ ഔട്ട് വാറിന് പോകരുത്. എന്നാലും ഈ 48 മണിക്കൂറിൽ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ന്യൂസ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസും. അതുകൊണ്ട് അതിന്റെ മധ്യം നമ്മളായിരിക്കുന്നു. അങ്ങനെ ഒരു യുദ്ധം തുടങ്ങിയാൽ എന്ത് സംഭവിക്കാം?
ന്യൂക്ലിയർ പവർ ഉള്ളതാണ് ഇവരൊക്കെ. ഇസ്രയേലിന് വേണമെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും. ഈ ലോകത്ത് നശിപ്പിക്കത്തക്കുള്ളതായ ന്യൂക്ലിയർ വെപ്പൺസ് അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കണ്ടും കേട്ടും ഇരുന്നിട്ട് ഞങ്ങളെ ബാധിക്കത്തില്ലല്ലോ എന്ന് ആരും പറയുവാൻ ആർക്കും കഴിയുകയില്ല. ഞാനും നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. ദൈവത്തെ അറിയാത്തതായ രാജ്യങ്ങൾ, നോർത്ത് കൊറിയ എന്ന് പറയുന്നത് എന്താണ്, അടങ്ങിയിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അവിടുത്തെ വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. ഈയിടെ കണ്ടതായ ഒരു ന്യൂസ് എന്ന് പറയുന്നത് നോർത്ത് കൊറിയയിൽ അവരുടെ ഈ ന്യൂക്ലിയർ ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയ സ്ഥാനത്ത് ഇപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പല ശരീരത്തിന് ഭാഗങ്ങളില്ല, കൈയില്ല, കണ്ണില്ല, അങ്ങനെ പലതും ഇല്ലാത്തവരായി ജനിക്കുന്നു. ഹല്ലേലൂയ. ഇതൊന്നും പുറത്തു വരുന്നില്ല. മനുഷ്യൻ ചെയ്ത അപരാധത്തിന്റെ ഫലം ഇന്ന് മനുഷ്യരുടെ തലമുറ തന്നെ അനുഭവിക്കുകയാണ്. അടയ്ക്കപ്പെട്ടതായ സുവിശേഷത്തിന് വേണ്ടി അടയ്ക്കപ്പെട്ട രാജ്യങ്ങൾ, ചൈന അടയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു, എന്നാൽ ഇന്ന് തുറന്നിരിക്കുക. വേദവസ്തു അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. ഹല്ലേലൂയ. റഷ്യയിലും ഹല്ലേലൂയ സുവിശേഷ വിരോധികൾ ധാരാളമുണ്ട് അനവധി രാജ്യങ്ങളിൽ. അതുകൊണ്ട് മറക്കരുത്, ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇന്ന് വാതിലുകളൊക്കെ തുറന്നിരിക്കുക. മറ്റൊരു വേദവസ്തുമായിട്ട് അങ്ങോട്ട് പോകാൻ കഴിയത്തില്ലായിരുന്നു. അവിടെ പോയിട്ടുള്ളവർക്കറിയാം, ആരാധിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. ഞങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഈ യുഎയുടെ പ്രദേശത്തായിരുന്നപ്പോൾ പേടിച്ചും ഭയന്നുമാണ് ഇത് കൂടി വന്നിരുന്നത്. ഒരു ഭവനത്തിൽ കൂടുമ്പോൾ വെളിയിലൊക്കെ ആൾ നിൽക്കും. അതുപോലെ ഇറാഖിന്റെ പ്രദേശത്ത് ഞാൻ ഉണ്ടായിരുന്നു. അവിടെ നിന്നോട് ക്രിസ്ത്യാനികളുടെ ഒരു പങ്കുണ്ടെങ്കിലും ആരും സഭാ നേതാക്കന്മാർക്കൊന്നും വരാൻ അവകാശമില്ല. ഞങ്ങളൊരു എന്താ പറയുക, യൂറോപ്യനായിട്ടൊരു മനുഷ്യനെ സമീപിച്ചിട്ട് അടഞ്ഞു കിടന്ന ആ ഒരു പള്ളി തുറത്തിട്ട് ഞങ്ങളവിടെ പോയിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനകത്ത് രക്ഷിക്കപ്പെട്ട പഞ്ചാബികളുണ്ടായിരുന്നു, വിവിധ മതത്തിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു. എന്നിട്ട് ആ സമയത്ത് എന്താ നടക്കുന്നത്, ആ പള്ളിയുടെ മെയിൻ എൻട്രൻസിന്റെ അടുക്കൽ അത് തുടങ്ങുന്ന മുതൽ അവസാനിക്കുന്നവരെ ഒരു മിലിറ്ററി ആൾ വന്ന് നിൽക്കും. ഹല്ലേലൂയ. ഇവിടെ എന്താ നടക്കുന്നത്, സദ്ദാമിനെ കുറ്റം പറയുന്നുണ്ടോ എന്ന് നോക്കുവാനായിട്ട്. നോക്കണം, ഭീതി നിറഞ്ഞ കാലഘട്ടം ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത്. മണിപ്പൂരിന്റെ പ്രദേശത്ത് നടന്ന സംഭവങ്ങൾ ചുറ്റുപാടും ക്രിസ്ത്യാനികളെ തേടിപ്പിടിച്ച് കൊല്ലുകയാണ്. ബംഗ്ലാദേശിൽ ഇപ്പൊ നടക്കുന്നു, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ നശിപ്പിക്കും. അതുകൊണ്ട് പിശാചിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നശിപ്പിക്കാൻ നോക്കുക, ദൈവമക്കളെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുക. ദൈവജനമായ ഇസ്രയേലിനെ മുഴുവൻ നശിപ്പിക്കുവാനായിട്ട് പിശാച് ഏറ്റവും പ്രവർത്തിച്ചുകൊണ്ട് നൂറ്റാണ്ടുകളായിട്ടിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കും ദൈവജനമേ, ഫറവോന്റെ കാലം മുതൽ കർത്താവിന്റെ കാലം എന്ന് വേണ്ട, ഇതെല്ലാം ഈ ലോകത്ത് നടക്കുക. കാരണം പിശാച് നശിപ്പിക്കുക, കാരണം അവന് രക്ഷയില്ല എന്നുള്ള അവൻ അറിയാവുന്നതുകൊണ്ട് ദൈവമക്കളെ, യേശുവിൽ വിശ്വസിക്കുന്നവരെ എല്ലാം നശിപ്പിക്കാൻ, മനുഷ്യജാതിയെ മുഴുവനും നശിപ്പിക്കാൻ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. പിശാച് ജീവിതത്തിൽ വരുന്നത് മോഷ്ടിക്കാനാണ്, അറുക്കുവാനാണ്, മുടിക്കുവാനാണ്. അവന് ഈ മുടിച്ചു കളയുന്നതിൽ ഒരു പശ്ചാത്താപവും ഇല്ല. ഒരു പശ്ചാത്താപവും ഇല്ലാത്ത ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ പിശാച. ആരെ എത്ര പേരെ കൊന്നാലും ഭൂമിയിലുള്ള എല്ലാവരും നശിപ്പിക്കാനാണ് അവന്റെ ആഗ്രഹം. അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടൊന്ന് തിരഞ്ഞു ചുറ്റി നടക്കുക. അനേകർ അതിൽ വീണുകൊണ്ടിരിക്കുക, ഓരോ ദിവസവും വീണുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അല്ലല്ലോ എന്ന് ദൈവനം പറയും. അതുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളെ അറിയണം, ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കണം, സർവായുധ വർഗം ധരിക്കണം. എനിക്ക് നിങ്ങൾക്കും പോരാട്ടമുണ്ട്, ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, അന്ധകാരത്തിന്റെ അധിപതികളോടാണ്. അതുകൊണ്ട് നമ്മൾ ബലം പ്രാപിക്കണം. അല്ലാത്തവരെല്ലാം പിശാച് വിഴുങ്ങിക്കളയുമാറ്. അതുകൊണ്ട് ശീതവാനും ഉഷ്ണവാനും അല്ലാത്തവനായി ജീവിപ്പാൻ ഈ ലോകത്തിൽ കഴിയുകയില്ല. ഇന്നത്തെ സഭയുടെ പ്രത്യേകത ഏതാണ്? ലവോദിക്ക സഭയുടെ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ച് ഞാനും നിങ്ങളും ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കാണുന്നു, ഹല്ലേലൂയ, ഈ ഒത്തിരി സംഭവങ്ങൾ. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റിന് വേണ്ടി മത്സരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തെ ഷൂട്ട് ചെയ്തു ഒരു ചെറുപ്പക്കാരൻ. ഹല്ലേലൂയ. എന്നാൽ ആ സമയത്ത് തലയൊന്ന് തിരിച്ചതുകൊണ്ട് ചെവിയിൽ ഏശിപ്പോയി. തലയ്ക്ക് കൊള്ളേണ്ടത് ചെവിയിൽ ഏശി. ദൈവമാണ് പ്രൊട്ടക്ട് ചെയ്തത്. റഷ്യ ഉക്രൈൻ വാർ, ഹല്ലേലൂയ, അത് പ്രൊലോങ് ചെയ്തിരിക്കുന്നു. ബംഗ്ലാദേശിന്റെ പ്രശ്നം, ഇന്ത്യയിലെ ടെൻഷൻ, പാകിസ്ഥാനുമായിട്ട്, ചൈനയുമായിട്ട്, പൊളിറ്റിക്കൽ അൺറസ്റ്റ് ഇൻ ഇന്ത്യ, ചലഞ്ച് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഹിന്ദുത്വ അജണ്ട, അറ്റാക്ക് ഓൺ ദ സെക്യുലർ സ്റ്റേറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫ്രീഡം ഓഫ് റിലീജിയൻ, മണിപ്പൂർ ആൻഡ് സിമിലർ ഇൻസിഡൻസ്, ഛത്തീസ്ഗഡ്, ഒറീസ, UP എക്സെട്ര. അതുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ, വയനാട്ടിൽ ഇപ്പോൾ നടന്ന സംഭവങ്ങൾ. അതുപോലെ തന്നെ ഫ്രോഡ് പ്ലേസ് ആൻഡ് മണി എക്സ്റ്റോർഷൻ. ഈവൻ വെൽ നോൺ ആൻഡ് വെരി ഏബിൾ ബിഷപ്പ് വാസ് ഡ്യൂപ്ഡ്. നമുക്കറിയാം, ഏറ്റവും പ്രഗത്ഭനായ ഒരു ബിഷപ്പിനെ ലൂട്ട് ചെയ്തു. അദ്ദേഹത്തോട് പറഞ്ഞു വെർച്വൽ ആയിട്ടുള്ളതായ വിധി നടത്താൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് വേണ്ടാത്ത പറഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതും കൂട്ടുകാരന്റെ കയ്യിലുള്ളത് 15 ലക്ഷത്തിൽ ചില്ലുവാനും അടിച്ചെടുത്തു. എത്രയോ പേര്, ഇത് ചിലതൊക്കെ പുറത്തു വരുന്നുള്ളൂ, ധൈര്യത്തോടെ പുറത്തു കൊണ്ടുവരുന്ന ഇങ്ങനെയുള്ളവരേ ഉള്ളൂ. അല്ലാതെ എത്രയോ പേരുടെ പണം നഷ്ടപ്പെട്ടു. ഇതിൽ സംബന്ധിക്കുന്നവരുടെയും പണം നഷ്ടപ്പെട്ട് കാണും. പണമായിരിക്കാം, പല കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ട് ഫ്രോഡ് നിറഞ്ഞ ഒരു ലോകത്തിലാ ഹല്ലേലൂയ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. മാത്രമല്ല, അട്രോസിറ്റീസ് ഇൻ ചർച്ചസ്, ഫൈറ്റിംഗ് ടു ടേക്ക് ഓവർ ദ ചർച്ചസ് ബിൽറ്റ് ബൈ ദ
സ്വെറ്റ് ഓഫ് അതേഴ്സ്. ആരുടെയെങ്കിലും വേർപ്പുകൊണ്ട് പണിയപ്പെട്ടതായ പള്ളി, ഹല്ലേലൂയ, അത് എടുത്താൽ അത് ലോകത്തിന്റെ കോർട്ടുകളിൽ പോയത് കൊണ്ടാണ് ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ. ഹല്ലേലൂയ. ദൈവമക്കൾ അല്ലാതെ ആയിത്തീരുന്നതുകൊണ്ടും ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം എന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ചേഞ്ച് ഇൻ ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ ആൻഡ് യങ്സ്റ്റേഴ്സ്, കുഞ്ഞുങ്ങളുടെയൊക്കെ ബിഹേവിയർ മാറിയിരിക്കുകയാണ്. ഈ ബിഹേവിയറൽ പ്രോബ്ലം എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്, മറന്നു പോകരുത്. പഴയ കാലം പോലെയാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് പറയുന്നത് മനുഷ്യർ സ്വപ്നകളായിത്തീരും, ദ്രവ്യാഗ്രഹങ്ങളായിട്ട്. അത് ബിഹേവിയറൽ പ്രോബ്ലമാണ്. ഇന്ന് ആത്മീയ ഗോളത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുടെ ബിഹേവിയർ പ്രോബ്ലം, ആരോട് എങ്ങനെ ഇടപെടുമെന്ന് അറിഞ്ഞുകൂടാ, സൗമ്യതയില്ല, താഴ്മയില്ല, എല്ലാം സ്വയം, എല്ലാം അഹങ്കാരം, എല്ലാം സ്വാർത്ഥത. അതുകൊണ്ട് പിശാചിന്റെ വലിയ തന്ത്രങ്ങൾ ഒന്നാണ് ദ ചേഞ്ച് ഇൻ ബിഹേവിയർ. ഞാനും നിങ്ങളും ദൈവമക്കൾ എന്നുള്ളത് എന്റെയും നിങ്ങളുടെ ബിഹേവിയറിൽ നിന്ന് മനസ്സിലാക്കണം. അതല്ലേ അത് പലപ്പോഴും ഇല്ലാതെയായി. ഇപ്പൊ വലിയ പ്രസംഗമായിരിക്കും, വലിയ പ്രാർത്ഥനയായിരിക്കും, വലിയ പരിജ്ഞാനമായിരിക്കും, എല്ലാറ്റിനും ന്യായം വിധിക്കുന്നവരായിരിക്കും, ഞാനാണ് മിടുക്കുന്നുള്ള ചിന്താഗതിയായിരിക്കും. എന്നാൽ നമ്മുടെ ബിഹേവിയർ ശരിയല്ലെങ്കിൽ, കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്റെ വചന നിമിത്തം എന്നെ വിശ്വസിക്കും, അല്ലെങ്കിൽ എന്റെ പ്രവൃത്തി നിമിത്തം. കർത്താവിനെ കുറിച്ച് ഒരു കുറ്റവും ആർക്കും പറയുവാനില്ലായിരുന്നു, യാതൊരു കുറ്റവും പറയാനൊക്കത്തില്ല. അവന്റെ ഇടപാടുകൾ, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീനെന്നാ പറയുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ സൗമ്യത വരണം, താഴ്മ വരണം, ദൈവ സ്വഭാവം വരണം. അതുകൊണ്ട് ബിഹേവിയർ ഇന്നത്തെ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ വല്ലതും കേൾക്കുവോ? അല്ലെ, അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ അതിനേക്കാൾ വഷളാണ്. മക്കളോട് ഒരു വഴക്കം പറയാൻ പറ്റത്തില്ല, ഈ പറയുന്ന പേരൻസിനെ പിടിച്ച് അകത്തിടും. എന്നിട്ടും ഇന്ന് അനേകർക്ക് അവിടെ പോയി അതിന്റെ സുഖം മതി. ഹല്ലേലൂയ. അടുത്ത തലമുറ നശിച്ചു പോകുന്ന വല്ലക്കും അറിഞ്ഞുകൂടാ. എവിടെ ആയിരിക്കണം, ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിന്റെ പർപ്പസ് ഉള്ളതിന് പ്രകാരമായി തീരണം. അതുകൊണ്ടല്ലയോ ഇന്ന് UK-യിലും ഒക്കെ വലിയ പ്രശ്നങ്ങൾ, ഇനി അങ്ങോട്ട് ചെല്ലാൻ കാനഡയിലും ഒക്കെ പ്രശ്നങ്ങൾ, ഇനി അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത രീതിയിൽ വഴികൾ അടയുക. കാരണം എവിടെ ആയിരിക്കണോ അവിടെ ആയിരിക്കാതെ അവരവരുടെ ഇഷ്ടപ്രകാരം ഇന്ന് മനുഷ്യൻ പോകുന്നത്. നിന്നെ അയക്കുന്നിടത്ത് പോകണം, നീ എവിടെ ജീവിക്കണമെന്ന് ദൈവത്തിന്റെ പർപ്പസ് ഉണ്ട്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ മാത്രമേ നമ്മൾ സ്വസ്ഥതയുള്ളവരായി തീരൂ. ഹല്ലേലൂയ. അതുപോലെ ഡ്രഗ് അഡിക്ഷൻ ആൻഡ് ഡ്രഗ് അബ്യൂസേഴ്സ്, ഹല്ലേലൂയ, അബോർഷൻ, ചൈൽഡ് അബ്യൂസേഴ്സ്, ഹോമോസെക്ഷാലിറ്റി ലോ, നിയമപ്രകാരം എന്താണ് എല്ലാ വഷളത്വവും അനുവദിച്ചിരിക്കുക. ഹല്ലേലൂയ. എല്ലാം. അതുകൊണ്ട് ഇതെല്ലാം എന്താണ്? കാലലക്ഷണങ്ങളാ, സമകാലിക ലക്ഷണങ്ങളാ. ഇതൊന്നും അറിയാത്തവരായി തീരരുത്. ഓരോ ദിവസത്തെയും പത്രവാർത്തയുടെ വലിയ പങ്ക് എന്താണ്? ഈ അനർത്ഥങ്ങളാണ്. ഇതൊക്കെ കൊണ്ടുവരുന്ന പിശാചാണ്. ഇതിന്റെയൊക്കെ മധ്യത്തിൽ ഞാനും നിങ്ങളും എങ്ങനെയായിരിക്കണം? അതുപോലെ തന്നെ കേരളത്തിൽ നടന്നതായ ഈ 2018 നടന്നതായ വെള്ളപ്പൊക്കം ചെറിയ കാര്യമാണ്. അതിന്റെ നാശനഷ്ടം അനുഭവിച്ചത് ഇന്നും ആ പ്രയാസത്തിലാണ് അനേകരെന്നുള്ളത് നമ്മൾ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെയും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. കുവൈറ്റിൽ നടന്നതായ സംഭവം, മലയാളി നടത്തിയ ഒരു കമ്പനിയിൽ 50 പേര് ശ്വാസം മുട്ടി മരിച്ചു. അതുപോലെ ട്വിൻ ലാൻഡ് സ്ലൈഡ്, ഇവിടെ നടന്നത് 2 ലാൻഡ് സ്ലൈഡാണ്. ഒരു ഉരുൾപൊട്ടൽ കഴിഞ്ഞു, രക്ഷപ്പെട്ടെന്ന് കരുതിയവർക്ക് രണ്ടാമതും. ഹല്ലേലൂയ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചുറ്റും അതിനെപ്പറ്റിയൊക്കെ ചിലർ ഈയിടെയൊക്കെ പലരും പറയുന്നു ആ ദേശത്തുള്ളവരെല്ലാം എന്താണ് വ്യഭിചാരികളായിരുന്നു, കൊളരാത്തവരാന്നൊക്കെ പറയുന്നത് ഈയിടെ ഒരു യൂട്യൂബിലെ ന്യൂസിന്. ഇതൊന്നും നമുക്കറിയത്തില്ല. എല്ലായിടത്തും ദൈവത്തിന്റെ ന്യായവിധി വന്നുകൊണ്ടിരിക്കുക. പാപം ചെയ്യുന്ന ദേഹി മരിക്കുക എന്നുള്ള ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോട് എതിർത്ത് നിൽക്കണം. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായി തീരുന്ന കർത്താവ് പറയുന്നത്. വേറെ ആരെങ്കിലും വിശുദ്ധരായിരിക്കുന്ന പോലെയല്ല. മത്തായി സാറ് വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളെ ആയിരിക്കണം എന്നല്ല. മത്തായി സാർ എത്ര വിശുദ്ധനായാലും കർത്താവിനെ പോലെ ആരാകത്തില്ല. നമുക്ക് ആർക്കും പറ്റത്തില്ല. ഒരു വലിയ സഭാ നേതാക്കന്മാർക്ക് പറ്റത്തില്ല. വിശുദ്ധർ എന്ന് പറയുന്നത് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമ്മെ ഓരോ ദിവസവും വിശുദ്ധി ദൈവം നിലനിർത്തണം. അതുകൊണ്ട് കർത്താവിന്റെ വചനം കർത്താവ് വിശുദ്ധനായി തീരുന്ന പോലെ വിശുദ്ധിയെ ഞാനും നിങ്ങളും പിൻപറ്റണം. വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ജീവിത വിശുദ്ധി ഇല്ലാതെ, ദൈവമായുള്ള ബന്ധത്തിൽ വിശുദ്ധി ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ടൊരു പ്രയോജനമില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈ ഹൃദയശുദ്ധി ഒന്ന് നോക്കിയാൽ ആർക്കും പുറത്തുനിന്ന് കാണാനൊക്കത്തില്ല. ഇതിന് എല്ലാവരോടുള്ള സംസാരമാണ്. നമ്മളെ എല്ലാവരും നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധമായി തീരണം. അവിടെയാണ് അനുഗ്രഹം. അവിടെ വലിയ അനുഗ്രഹമുണ്ട്. നാം ദൈവമക്കളായി തീരുമ്പോൾ നമ്മുടെ ആ ഗാന ശുശ്രൂഷയിൽ അഭിഷേകം ഇറങ്ങി വരും, വചന ശുശ്രൂഷ അഭിഷേകം ഇറങ്ങി വരും. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അടുക്കലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് നമ്മൾ അവകാശമാക്കണം. ഹല്ലേലൂയ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും പ്രതിഫലം നൽകുന്നതെന്നും വിശ്വസിക്കേണ്ടതാകുന്നു. ഇന്ന് എന്റെ വിടുതലാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇന്ന് അത് ലഭിക്കും. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് വിശ്വാസം. ഓരോ ദിവസവും രാവിലെ തോറി പ്രാർത്ഥനയ്ക്ക് വരുന്നവർ ഓർത്തോളണം. ഹല്ലേലൂയ. എന്താണ്? ഇതൊരു വലിയ സന്തോഷമാണ്. ഞാൻ പലപ്പോഴും 5:00-ക്കൊക്കെ എഴുന്നേൽക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു കൂട്ടായ്മ ഇപ്പൊ സംബന്ധിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ ദിവസവും സംബന്ധിക്കുന്ന ഓർത്തോളം ആ ദിവസം അനുഗ്രഹമുള്ളതായി തീരണം, വിശുദ്ധരായി തീരണം. നമ്മളെ കാണുന്നവർ യേശുവിനെ കാണണം. ക്രിസ്തുവാകുന്ന തലയോളം വളരണം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം എന്നുള്ള ക്രിസ്തുവേശുള്ള സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. ക്രിസ്തുവേശുള്ള ഭാവം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് അനവധി സംഭവങ്ങൾ കൂടെ നടക്കുകയാണ്.
മറ്റനവധി സംഭവങ്ങൾ നമുക്ക് കാണാം. അനേകം വീടുകൾ ശൂന്യമായി കിടക്കുന്നു. കേരളത്തെ പോലെ ഒരു പ്രതിഭാസം ലോകത്തിലെങ്ങും കാണുകയില്ല. മനോഹരമായ കോടികൾ വിലമതിക്കുന്ന വീടുകൾ എന്താണ് ശൂന്യമായി കിടക്കുക. ഇന്ന് വസ്തുക്കൾക്കൊന്നും വിലയില്ല. വാങ്ങിയ സാധനത്തിന്റെ വില ഇപ്പൊ കിട്ടത്തില്ല. ഏതെങ്കിലും സാധനം വിൽക്കാൻ പോയാൽ ഒരു വിലയും കിട്ടത്തില്ല. ചുമ്മാതെ വേണേ അവർക്ക് കൊടുക്കേണ്ടി വരും. എന്നാൽ അതേ സാധനം നമ്മൾ മാർക്കറ്റിൽ വാങ്ങിച്ചാൽ, എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരനുണ്ട്, ആരല്ലേ, അദ്ദേഹം വാഴക്കൃഷിയൊക്കെ ചെയ്തിട്ട് എന്താണ് കൊണ്ട് കൊലയൊക്കെ കൊണ്ട് വിൽക്കും. എന്നിട്ട് അവിടുന്ന് തന്നെ അവരുടെ തന്നെ ഒരു 1/2 കിലോ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മേടിക്കും. അപ്പോൾ കൊടുത്തതിനേക്കാൾ വലിയ വിലയ്ക്ക് അവരിങ്ങോട്ട് തരുന്നത്. ഈ ലോകത്ത് നടക്കുന്ന അതൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ കണ്ടില്ല എന്നും കേട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. യൗവനക്കാർ ദേശം വിട്ടുപോകുന്നു. കേരളത്തിന്റെ വലിയ പ്രതിഭാസമാണ്. കേരളം പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമില്ല. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ആരോ പേരിട്ടത് ദൈവത്തിന്റെ പ്രേരണയാലാണ്. ഇത്രയധികം മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമില്ല. എന്നാൽ ദേശനിവാസികളെ കൊണ്ട് ദേശം അടുത്തിരിക്കുക. ദേശനിവാസികൾ ഒന്നുകിൽ അവിടെ കിടന്ന് നശിക്കുന്നു, അല്ലെങ്കിൽ യൗവനക്കാരെല്ലാം വിട്ടുപോകുന്നു. ഇന്ന് ചെറുപ്പക്കാരൊന്നും കേരളത്തിൽ ഇല്ലാതെ വരുന്നു. അതുകൊണ്ടെന്താണ് മറ്റ് സ്റ്റേറ്റുകളിൽ ഇവിടെ വരേണ്ടി വരുന്നു. എന്തൊരു വല്ലാത്ത അവസ്ഥയാണ് പ്രിയമുള്ളവരെ. യൗവനക്കാർ ദേശം വിട്ടുപോകുന്നു. നാട്ടിൽ ജോലി ലഭിക്കാറില്ല. അന്യ നാട്ടുകാർക്ക് ജോലിയുണ്ട്, പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ജോലിയില്ല. കാരണം എല്ലാ ജോലിയും ചെയ്യാൻ ഒരുക്കമുള്ളവർ ഇങ്ങോട്ട് വന്നിട്ട് അവർ ജോലി ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഉള്ളവര് ഇവിടെ ജോലി ചെയ്യത്തില്ല. കേരളം വിട്ടുപോയാൽ അവർ എന്ത് ജോലിയും ചെയ്യും. ഏത് സ്റ്റേറ്റിൽ പോയാലും ജോലി ചെയ്യും. ഗൾഫിൽ പോയാലും ജോലി ചെയ്യും. അമേരിക്ക പോയാലും ഡ്രൈവറുടെ പണിയാന്നേലും തൂപ്പുകാരുടെ പണിയാന്നേലും ഏത് PhD കാരനും ചെയ്യും. എന്നാൽ ഇവിടെ അതിന്റെ പകുതി പോലും ചെയ്യാത്തോണ്ടെന്ന് പറ്റും. കേരളം നശിച്ചുകൊണ്ടിരിക്കുക. ഇത് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. അതോർത്ത് പ്രാർത്ഥിക്കണം. ഓരോരോ കണ്ണുനീര് നമ്മൾ ഒഴുക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അടുത്ത നാളെ ഇതുമായിട്ട് ചേർന്ന് വീണ്ടും തുടർന്ന് ദൈവം അനുവദിക്കുന്നതനുസരിച്ച് എന്നാൽ ദൈവത്തോട് ഓരോ ദിവസവും ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തോട് നാം അടുത്തു വരണം. നോട്ട് നിരോധനം എന്തോ നേടി വലിയ വലിയ ഉപദ്രവമായിരുന്നു. അതുകൊണ്ട് ഭരണഘടനയുടെ ഘടന മാറ്റുവാനുള്ള ശ്രമം, മണിപ്പൂരിന്റെ പ്രശ്നം, രാമരാജ്യം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നു. പിന്നെ അതുപോലെ നിപ്പ, ചിക്കൻ ഗുനിയ, എലിപ്പനി, ഡെങ്കിപ്പനി, പക്ഷിപ്പനി, മസ്തിഷ്ക മാരക രോഗം, പിന്നെ തെരുനായ് ശല്യം, വന്യമൃഗ ആക്രമണം, ആന, കാട്ടുപന്നി, പുലി, കരടി, ഇഴജന്തു, കുരങ്ങ് എന്നിവ തുടങ്ങി മൃഗങ്ങളുടെ ശല്യങ്ങൾ. ആലലിയ കാലാവസ്ഥ വ്യതിയാനം. കേരളത്തിന്റെ കാലാവസ്ഥ മാറിയിരിക്കുക. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് എന്തെല്ലാം കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ള കാലാവസ്ഥയെ പറ്റി അറിയാമായിരുന്നു. ഇന്നത് കാലാവസ്ഥയെല്ലാം മാറി. മനുഷ്യന്റെ സ്വഭാവം മാറിയപ്പോൾ കാലാവസ്ഥയ്ക്ക് മാറ്റം വന്നു. ഹാലലിയ. ഞാനും നിങ്ങളും അനുഗ്രഹം പ്രാപിക്കുമ്പോൾ, ദൈവത്തിന്റെ മക്കളായി തീരുമ്പോഴേ ദേശം അനുഗ്രഹം പ്രാപിക്കത്തുള്ളൂ. കാലാവസ്ഥ വ്യതിയാനം, മേഘസ്ഫോടനം, ഉരുൾപൊട്ടൽ, ഭൂമികുലുക്കങ്ങൾ, ഇടിമിന്നൽ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, കൊള്ളിവയ്പ്, പിടിച്ചുപറികൾ, സൈബർ തട്ടിപ്പുകൾ, മായം ചേർക്കൽ, വിഷം ചേർക്കൽ, ജനിതക മാറ്റം, ഹോർമോൺ ട്രീറ്റ്മെന്റ്, സസ്യങ്ങളിലും മൃഗങ്ങളിലും ഹോർമോൺ ട്രീറ്റ്മെന്റ്, ക്യാൻസർ രോഗം, ഹൃദ്രോഗം, ഹാർട്ട് അറ്റാക്ക്, അലർജി, മാരക രോഗങ്ങളുടെ അതിപ്രസരം. ഹാലലിയ. അതുപോലെ അനീതി, അക്രമം, ചതിവ്, പിടിച്ചുപറി, മോഷണം, കുലപാതകം, മയക്കുമരുന്ന് തുടങ്ങിയ സകല ദുഷ്ടതകളും, യു നെയിം ഇറ്റ്, എല്ലാം ഉണ്ട്. ഇന്ന് അങ്ങനെയുള്ള ലോകത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അതിന്റെ മധ്യത്തിൽ ഞാനും നിങ്ങളും എങ്ങനെ ആയിരിക്കണം എന്നുകൂടെ പറഞ്ഞിട്ട് നിർത്തുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. സമയം നോക്കുമ്പോൾ 6:30 നാളെ നമുക്ക് ദൈവം അനുവദിച്ചാൽ തുടരാം. ഒറ്റ കാര്യം മാത്രം, അനവധി കാര്യങ്ങൾ പറയാനുണ്ട്. അതിലൊന്ന് എന്താണ്, അതുകൂടെ പറഞ്ഞിട്ട് നമ്മൾ 1 മിനിറ്റ് എടുത്തിട്ട് ഫിയർ നോട്ട്. ഒന്നാമത് ദൈവമക്കൾ ചെയ്യേണ്ടത്, നീ ഭയപ്പെടരുത്. യെശയ്യാവിന്റെ പുസ്തകം 41 10 മുതൽ 14 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. നിന്നോട് വിവാദിക്കുന്നത് നശിച്ച് ഇല്ലാതെയാകും. അത് വ്യക്തികളെ മാത്രം ഉദ്ദേശിച്ചല്ല, സാഹചര്യങ്ങൾ വരുന്നതായ പോരാട്ടം അതിനെ കൂടെ ചേർത്താണ്. നിന്നോട് വിവാദിക്കുന്നത് നശിച്ചില്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ല താനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെയാകും. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു. ഫിയർ നോട്ട്, ഫോർ ഐ ആം വിത്ത് യു. ബി നോട്ട് ഡിസ്മേഡ്, ഫോർ ഐ ആം യുവർ ഗോഡ്. ഐ വിൽ സ്ട്രെങ്തൻ യു. യെസ്, ഐ വിൽ ഹെൽപ്പ് യു. ഐ വിൽ അപ്ഹോൾഡ് യു വിത്ത് മൈ റൈറ്റിയസ് റൈറ്റ് ഹാൻഡ്. Behold, all those who were incensed against you shall be ashamed and disgraced. They shall be as nothing, and those who strive with you shall perish. You shall seek them and not find them. Those who contended with you, those who war against you, shall be as nothing, as a non-existent thing. For I, the Lord your God, will hold your right hand, saying to you, fear not, I will help you. Fear not, you worm Jacob, you men of Israel, I will help you, says the Lord God
യുവർ റെഡീമർ, ദ ഹോളി വൺ ഓഫ് ഇസ്രയേൽ. അതുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഇന്ന് നമ്മളിവിടെ നിർത്തുകയാണ്. ലോക സംഭവങ്ങൾ അതിന്റെ മധ്യത്തിൽ നാം എങ്ങനെയായിത്തീരണം? ഭയപ്പാട് വരരുത്. ദൈവം നമ്മെ താങ്ങും. ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ ഈ ദൈവമക്കളായിരിക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ തരട്ടെ. ഇന്നത്തെ ദിവസം ഇതിനെ സംബന്ധിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ കരമുയർത്തി നിങ്ങളുടെ മേൽ അനുഗ്രഹം പ്രഖ്യാപിക്കുകയാണ്. സകല അനുഗ്രഹങ്ങളും ദൈവം നിറയ്ക്കട്ടെ. നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തട്ടെ. ഉന്നതമായ അവസ്ഥകളിലേക്ക് സ്വർഗത്തിലെ ദൈവം നടത്തുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച്. മേ ദ ലോർഡ് ബ്ലെസ് യു. ഇഫ് ഗോഡ് വില്ലിംഗ് വിൽ സീ ടുമോറോ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.